സിംബാബ്വെക്കെതിരെ 72 റൺസിന്റെ വിജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ഈ വിജയത്തോടെ ഇന്ത്യ സെമി സാധ്യതകൾ സജീവമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ 256 റൺസ് പിന്തുടർന്ന സിംബാബ്വെയുടെ ചെറുത്തുനിൽപ്പ് 184 റൺസിൽ അവസാനിക്കുകയായിരുന്നു. 59 പന്തിൽ 97 റൺസ് എടുത്ത ബ്രയാൻ ബ്രന്നറ്റാണ് സിംബാബ്വെയെ മാന്യമായ സ്കോറിലെത്തിച്ചത്. മാർച്ച് 1 ഈഡൻ ഗാർഡിൽ നടക്കുന്ന അവസാന സൂപ്പർ 8 മത്സരത്തിൽ വിൻഡീസിനെ തോൽപ്പിച്ചാൽ ഇന്ത്യക്ക് സെമി കടക്കാം. 4 പോയിന്റുമായി ദക്ഷിണാഫ്രിക്ക സെമി ഉറപ്പിച്ചപ്പോൾ ഇന്ത്യക്കും വെസ്റ്റ് ഇൻഡീസിനും 2 പോയിന്റ് വീതമാണുള്ളത്. പോയിന്റ് ഇല്ലാത്ത സിംബാബ്വെ പുറത്താവുകയും ചെയ്തു. ഇതോടെ മാർച്ച് 1 നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം അതിനിർണായകമായി. അഭിഷേകും തിലക് വർമ്മയും അടക്കം ഒരു ഇന്ത്യൻ ബാറ്ററും ഫോം ഔട്ട് ആയിരുന്നില്ല എന്ന് ഈ മത്സരം തെളിയിക്കുന്നുണ്ട്. T20 ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് തൊട്ടു മുമ്പേ വരെ കിടിലൻ ഫോമിൽ കളിച്ചിരുന്ന ഇവരുടെ ഫോം ലോകകപ്പ് തുടങ്ങിയതോടെ ആവിയായി പോയതല്ലേ. ഇന്ത്യൻ ടീം ലോകകപ്പിന് വേണ്ടി തയ്യാറെടുത്തിരുന്ന തരത്തിലുള്ള പിച്ച് ഇന്നാണ് ആദ്യമായി ലഭിക്കുന്നത്. അതോടെ സ്ലോ ട്രാക്കിലെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിയിരിക്കുന്നു. 2024 T20 ലോകകപ്പിന് ശേഷം ഇന്ത്യ പിന്തുടർന്ന ടെംപ്ലേറ്റിന്റെ റിപ്ലിക്കാണ് ഇന്ന് കണ്ടത്. ഫ്ലാറ്റ് ട്രാക്കുകളിൽ പവർ പ്ലേയിൽ അഭിയും സഞ്ജീവും അടിച്ചു തുടങ്ങുക, 2-3 ഓവറുകളിൽ ഒരു വിക്കറ്റ് വീഴുക, പിന്നീട് വരുന്നവരെയെല്ലാം ആ മൊമെന്റ് കണ്ടിന്യൂ ചെയ്യുക. ലോകകപ്പിന് മുമ്പേ നടന്ന 2-3 ബൈലാറ്ററുകളിലെ ഏകദേശം എല്ലാ മത്സരങ്ങളിലും ഇതുതന്നെയായിരുന്നു നടന്നിരുന്നത്. ലോകകപ്പിന് അപ്രതീക്ഷിതമായി സ്ലോ ട്രാക്കുകൾ കിട്ടിയതോടെ ടോപ്പ് ഓർഡർ ബാറ്റർമാരുടെ അടിച്ചുകളി നടക്കാനാവാതെ പോയി. സാഹചര്യത്തിനനുസരിച്ച് കളിയെ മുന്നോട്ട് നയിക്കാൻ കോഹ്ലിയെപ്പോലൊരു ബാറ്റർ ടീമിലില്ല എന്നതും പ്രശ്നം തന്നെയായിരുന്നു. പുതുക്കി പണിതതിനു ശേഷം ചെന്നൈ പിച്ച് സ്പിൻ ട്രാക്കിൽ നിന്നും ഫ്ലാറ്റ് ട്രാക്കിലേക്ക് മാറിയത് കഴിഞ്ഞ IPL തന്നെ കണ്ടിരുന്നു. CSK പോലും അവരുടെ സ്പിൻ സ്ട്രാറ്റജി പുതിയ ചെന്നൈ പിച്ചിനനുസരിച്ച് മാറ്റം വരുത്തി അഗ്രസീവ് ബാറ്റർമാരുടേതാക്കി. ഈ ലോകകപ്പിലെയും മികച്ച ബാറ്റിംഗ് ട്രാക്ക് ചെന്നൈ പിച്ചായിരുന്നു. ഇന്ത്യക്ക് സെമി ഫൈനലിലേക്ക് 2 വിജയങ്ങൾ അനിവാര്യമായിരിക്കെ ചെന്നൈയും ഈഡൻ ഗാർഡനിലെയും പിച്ചുകൾ ശുഭസൂചനയാണ്. അതായത് സെമിയിലോ ഫൈനലിലോ ഇനിയൊരു സ്ലോ ട്രാക്ക് കിട്ടിയാൽ വീണ്ടും തുടച്ചിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതല്ല ഫ്ലാറ്റ് പിച്ചാണെങ്കിൽ ഈ ലോകകപ്പും ഇന്ത്യയുടേത് തന്നെ. (2026) ലോകകപ്പിലെ ഇന്ത്യ സിംബാബ്വെ മത്സരം വെറുമൊരു സാധാരണ ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല. മറിച്ച് ചാരത്തിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മുടെ താരങ്ങൾ ഉയർത്തെഴുന്നേറ്റ ഒരു ഐതിഹാസിക ദിനമായിരുന്നു അത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വരെ കടുത്ത നിരാശയിലായിരുന്ന ഇന്ത്യൻ ആരാധകർക്കിന്ന് അഭിമാനത്തിന്റെ കണ്ണുനീർ പൊഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ 4 പേര് തന്നെയാണ്. സൂര്യകുമാർ യാദവും തിലക് വർമ്മയും അഭിഷേക് ശർമ്മയും പിന്നെ നമ്മുടെ സ്വന്തം സഞ്ജു സാംസണും. ആദ്യ 3 മത്സരങ്ങളിൽ തുടർച്ചയായി 0-ന് ഡെക്കായി പുറത്തായപ്പോൾ അഭിഷേക് ശർമ്മയുടെ കരിയർ അവസാനിച്ചു എന്ന് വിധിയെഴുതിയവർക്ക് മുന്നിലാണ് ഇന്നവൻ വിശ്വരൂപം പുറത്തെടുത്തത്. സിംബാബ്വെ ബൗളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച് വെറും 30 പന്തുകളിൽ നിന്നാണ് അഭിഷേക് 55 റൺസ് അടിച്ചുകൂട്ടിയത്. ഇന്നിംഗ്സിലെ ആദ്യ പന്ത് മുതൽ തന്നെ തന്റെ സ്വതസിദ്ധമായ ആക്രമണ ശൈലിയാണ് അയാൾ പുറത്തെടുത്തത്. ലോങ് ഓണിന് മുകളിലൂടെ പടുകൂറ്റൻ സിക്സറുകൾ പറത്തി തന്റെ രാജകീയമായ തിരിച്ചുവരവ് അയാൾ ആഘോഷിച്ചു. തനിക്കെതിരെ ഉയർന്ന പരിഹാസങ്ങൾക്കൊക്കെയും തന്റെ ബാറ്റിലൂടെയാണ് ഈ യുവതാരം ഇന്ന് മറുപടി നൽകിയത്. തികച്ചും ഫിനിക്സ് പക്ഷിയെ പോലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്. കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി സ്വന്തം ആരാധകരിൽ നിന്നുപോലും കടുത്ത വെറുപ്പും സൈബർ ആക്രമണവും നേരിടുകയായിരുന്നു ഇന്ത്യയുടെ സ്വന്തം സൂര്യകുമാർ യാദവ്. എന്നാൽ ഇന്ന് പഴയ സൂര്യയാണ് നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടത്. അതിവേഗം 33 റൺസ് അടിച്ചു കൂട്ടിയ സൂര്യ തന്റെ ഇന്റന്റ് എന്താണെന്ന് കൃത്യമായി കാണിച്ചു തന്നു. തന്റേതായ വിന്റേജ് 360 ഡിഗ്രി ഷോട്ടിലൂടെയും ബൗണ്ടറികളിലൂടെയും ക്രീസിൽ ചിലവഴിച്ച സമയം മുഴുവൻ സൂര്യ സിംബാബ്വെ ബൗളർമാരുടെ പേടി സ്വപ്നമായി മാറി. ഈ ചെറിയ ഇന്നിംഗ്സാണ് സ്കോർ ബോർഡ് ചലിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത്. അതെ, ആ പഴയ രാജാവ് മടങ്ങിയെത്തിയിരിക്കുന്നു. സൂര്യയെ പോലെ തന്നെ മെല്ലപ്പോക്കിന്റെ പേരിൽ പഴികേട്ട മറ്റൊരു താരമായിരുന്നു തിലക് വർമ്മ. എന്നാൽ അവസാന ഓവറുകളിൽ ക്രീസിലെത്തിയ തിലക് ഇന്ന് കാണിച്ച വെടിക്കെട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികളിൽ എഴുതപ്പെടും. കേവലം 16 പന്തുകൾ നേരിട്ട തിലക് പുറത്താകാതെ അടിച്ചെടുത്തത് 44 റൺസായിരുന്നു. റിച്ചാർഡ് നെഗാരവയെ പോലുള്ള മികച്ച ബൗളർമാരെ തുടർച്ചയായി പടുകൂറ്റൻ സിക്സറുകൾക്ക് പറത്തിയ തിലക് ഇന്ത്യയുടെ സ്കോറിംഗ് റേറ്റ് റോക്കറ്റ് പോലെ കുതിപ്പിക്കുകയായിരുന്നു.
അക്ഷരാർത്ഥത്തിൽ ഒരു സിക്സർ മഴ തന്നെയായിരുന്നു തിലക് വർമ്മ ഇന്ന് ചേപ്പോക്കിൽ പെയ്തിറക്കിയത്. കഴിഞ്ഞ പരമ്പരയിലെ മോശം ഫോമിന്റെ പേരിൽ ഇനിയൊരിക്കലും ടീമിൽ എടുക്കരുതെന്ന് വരെ ഒരുപാട് പേർ ആവശ്യപ്പെട്ട താരമാണ് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. എന്നാൽ ഇന്ന് അഭിഷേക് ശർമ്മയോടൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ഇറങ്ങിയ സഞ്ജു തനിക്ക് ലഭിച്ച അവസരം ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. പവർ പ്ലേ ഓവറുകളിൽ തന്നെ സിംബാബ്വെ ബൗളർമാരെ കടന്നാക്രമിച്ച സഞ്ജു വെറും 3.4 ഓവറിൽ ഇന്ത്യയുടെ സ്കോർ 48 എത്തിക്കുകയായിരുന്നു. അതിവേഗം ബൗണ്ടറികൾ നേടി ഇന്ത്യൻ ടീമിന് 256 എന്ന കൂറ്റൻ സ്കോറിലേക്ക് ഒരു വെടിക്കെട്ട് തുടക്കം നൽകിയത് സഞ്ജുവിന്റെ ഈ പവർ പ്ലേ മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. തന്നെ എഴുതി തള്ളിയവർക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി തന്റെ ക്ലാസ് എന്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ. വിമർശകർക്കുള്ള ഏറ്റവും മികച്ച മറുപടി സ്വന്തം പ്രകടനത്തിലൂടെ ബാറ്റ് കൊണ്ട് തന്നെയാണ് നൽകേണ്ടതെന്ന് ഈ 4 താരങ്ങളും ഇന്ന് തെളിയിക്കുകയായിരുന്നു. വീഴുന്നതല്ല, വീണെടുത്ത് നിന്ന് കൂടുതൽ കരുത്തോടെ കുതിച്ചുയരുന്നതാണ് യഥാർത്ഥ ചാമ്പ്യന്മാരുടെ ലക്ഷണം. ഇന്നലത്തെ ഈ മത്സരം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഈ 4 താരങ്ങളുടെയും രാജകീയമായ തിരിച്ചുവരവിന്റെ പേരിൽ എക്കാലവും സ്മരിക്കപ്പെടും.